എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. ഞാനൊരു അക്കാഡമീഷ്യൻ, ഐ എം നോട്ട് എ പൊളിറ്റീഷ്യൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഗോട്ട് എ സോഷ്യൽ എക്സ്റ്റൻഷൻ. ഇപ്പം ഞാനിവിടെ ഇസ്ലാമിക് ISMൻ്റെ ഒരു എഡ്യൂക്കേഷണൽ മീറ്റ് ഉണ്ടായിരുന്നു. ഞാനാണ് അത് പോയിട്ട് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പം നിങ്ങൾ പറയുമോ ഞാൻ ISMൻ്റെ ആളാണെന്ന് പറയുമോ നിങ്ങൾ? ഇല്ലല്ലോ. അപ്പം വൈസ് ചാൻസലർ ഞാനിപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കുടുംബസംഗമത്തിൽ വിളിച്ചപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ പല ചടങ്ങുകളും, പിന്നെ ഒരു സേവാഭാരതി എന്ന് പറഞ്ഞ ഒരു നിരോധിത സംഘടനയൊന്നുമല്ല. ദേ ആർ എൻഗേജ്ഡ് ഇൻ ലോട്ട് ഓഫ് സോഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പോൾ അത്തരത്തിൽ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഒരു സംഘടനയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്രയേ ഉള്ളൂ. ഞാൻ ഒരു സംഘടന, പലരും എന്നെ വിളിക്കുമ്പോൾ നമ്മൾ പോയിട്ട് അവരുമായിട്ട് സംസാരിക്കണം, അവരുമായിട്ട് സംവദിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പല കാഴ്ചപ്പാടുകളും നമ്മൾ ഇൻക്ലൂസീവ് ആവേണ്ട ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ഇൻക്ലൂസീവ് ആവേണ്ട ആവശ്യം, നമ്മളും വ്യക്തിപരമായിട്ട് ഞാനും ഇൻക്ലൂസീവ് ആവേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മൗലികമായുള്ള ഉത്തരവാദിത്തങ്ങളാണ്. വൈസ് ചാൻസലർ എന്നുള്ള രീതിയിൽ പലരും കാണുന്നത്. ഇപ്പോൾ സർവകലാശാല, ഞാൻ വൈസ് ചാൻസലർ ആയതിനു ശേഷം വളരെ പോസിറ്റീവായിട്ട് ഞാൻ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊഫസറായിരിക്കുന്നതിനും വൈസ് ചാൻസലറായിരിക്കുമ്പോഴും കണ്ടൊരു വ്യത്യാസം, ഈ സർവകലാശാല ഒരു പൊതുസ്വത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ മിക്കപ്പോഴും എല്ലാ ഓർഗനൈസേഷൻ എല്ലാവരും കാണുന്നത് വൈസ് ചാൻസലറും ഒരു പൊതുസ്വത്താണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും. അവരെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികൾക്കും വൈസ് ചാൻസലർ ഒഴിവുണ്ടെങ്കിൽ വൈസ് ചാൻസലറോട് വിളിക്കുക എന്നുള്ളൊരു സാധാരണ രീതിയാണത്. അപ്പോൾ അവിടെ പോകാതിരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ SFI സമരം നടന്നിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ നമ്മളെ ജീവനക്കാരെ ആക്രമിച്ചിട്ടുണ്ടായി. അതുപോലെ അത് പിന്നെ ഇവിടെ നമ്മൾ കട്ടർ ഉപയോഗിച്ചിട്ടാണ് പ്രധാന ഭരണകാര്യാലയം തകർത്തുകൊണ്ട് അകത്തേക്ക് കയറി ജീവനക്കാരൻ മറിച്ചത്. അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസുകളൊക്കെ ഉള്ള സമയത്ത് ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പരാമർശിക്കുന്നില്ല. ജീവനക്കാരെ മർദ്ദിച്ചതിന് നടപടിക്ക് അതേ സമയത്ത് അക്രമം നടത്തിയ ആളുകൾക്ക് പരീക്ഷ കൊടുക്കുന്നുള്ളൊരു ആരോപണമല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് കേസുകളുണ്ട്, കോടതിയിൽ കേസുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ തരത്തിലുള്ള ഒരു ഏതെങ്കിലും രീതിയിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് പിന്നെ മനഃപൂർവ്വം മലയാളം ബോർഡ് ഓഫ് സ്റ്റഡീസ് പിന്നെ അത് രംഗത്തേക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വരികയാണോ എന്നുള്ള സംശയിക്കുന്നതിലെ ചില കാരണങ്ങൾ പറയുന്നത്, ഇതുവരെ ഈ 2024 തുടങ്ങിയിട്ടുള്ള 4 ഇയർ UGയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് മലയാളത്തിന്റെ 8 സെമസ്റ്ററിന്റെ സിലബസ് പൂർത്തീകരിക്കാത്ത ബോർഡാണ് മലയാളം. അപ്പോൾ ഇവർ ഓരോ സെമസ്റ്ററിലും പുതിയ പുതിയ വിവാദങ്ങൾ കൊണ്ടുവന്ന് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടിയാണ്. 4 ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് ഇതുവരെ 8 സെമസ്റ്ററിന്റെയും സിലബസ് കംപ്ലീറ്റ് ചെയ്യാത്തതെന്ന് സർവകലാശാല ഔദ്യോഗികമായിട്ട് പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ബോർഡാണ് മലയാളം UG ബോർഡ്. അവർ 3ാം സെമസ്റ്ററിൽ വേണം രീതി കൊണ്ടുവന്നിട്ട് ഇവരെ ഈ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിന്റെ കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിൽ നടത്തുന്നതെന്നുള്ള ആരോപണം കൂടി വരുന്നത്. അല്ല, അങ്ങ് പറഞ്ഞതുപോലെ ഇത് ആരോപണമാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ FIUGP കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്കറിയാം എത്ര ബോർഡുകളുണ്ടെന്നുള്ളത്, എന്തെല്ലാം പരിപാടികൾ കഴിച്ചിട്ട് വേണം ഇത് കൊണ്ടുവരാമെന്നുള്ളത്. അപ്പോൾ സർക്കാർ ആ വർഷം തന്നെ FIUGP കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ചിലപ്പോൾ എല്ലാം തീരാതെ തന്നെ കോഴ്സ് തുടങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ എല്ലാ ബോർഡുകളും ഒരുപോലെ ഈക്വലി ഇതായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവരെന്തായാലും അടിയന്തരമായിട്ട് തന്നെ എല്ലാ ബോർഡ് കംപ്ലീറ്റ് സിലബസും അടുത്ത് തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല.